ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവാന്റെ അവതാരം വർണ്ണിക്കുന്ന 38-ാമത്തെ ദശകം വരെയാണ് ഭഗവാന്റെ നിശ്ചയം പോലെ നമ്മളൊന്ന് അർത്ഥവിചാരം ചെയ്യുകയുണ്ടായത്. ഇനി നമ്മൾ ഇന്ന് 39-ാമത്തെ ദശകത്തിലേക്കാണ് കടക്കുന്നത്. 39-ാമത്തെ ദശകം ഭഗവാന്റെ ജന്മോത്സവവും അതുപോലെ നമ്മൾ കണ്ടിരുന്നു ഭഗവാൻ ജനിച്ച ഉടനെ ഭഗവാനെ ഗോകുലത്തിലേക്ക് ആ യശോദാമ്മയുടെ അരികിലേക്ക് മാറ്റുന്നതും മായാഭഗവതിയെ തിരികെ ആ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നതുമൊക്കെ എല്ലാം ഭഗവാന്റെ ഒരു സങ്കല്പമായിരുന്നു നടന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ ബാക്കി യോഗമായ ഭഗവതിക്ക് എന്താണ് സംഭവിച്ചത്, ആ കാരാഗ്രഹത്തിനുള്ളിൽ എന്തൊക്കെയാണ് അരങ്ങേറിയത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ദശകത്തിൽ കാണുന്നത്. 39-ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം. ഇത് നമ്മൾ ഇത്ര നാൾ തുടർന്ന് വന്ന ഒരു ട്യൂണല്ല. ഇതിൻ്റെ ട്യൂൺ ഭവന്തം എന്ന് പറയും. നമ്മൾ ഈ ദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയാണ് അത്. ഭവന്തമയമുദ്വഹൻ, അതിൽ നിന്നാണ് ഭവന്തം എന്ന ട്യൂൺ നമ്മൾ പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോജ്ജലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയസ്സ പുനരൈന്ദ്രജാലോദിതോ ജലൗഖ ഇവ തക്ഷണാത് പ്രപതമേയതാമായയൗ. ഭവന്തമയമുദ്വഹൻ, ഭവന്തം അയം ഉദ്വഹൻ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭവന്തമയമുദ്വഹൻ. ഭവന്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒന്ന് കാര്യം നടക്കുകയാണ്. എന്ത്? അയം ഉദ്വഹൻ, അയം ആ അല്ലെങ്കിൽ ഈ എന്നുള്ള അർത്ഥം. അതിവിടെ വസുദേവരെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഭഗവാൻ ജനിച്ച ഉടനെ വസുദേവര് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉദ്വഹൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട്, ഉയർത്തിക്കൊണ്ട്, ഭഗവാനെ എടുത്തുകൊണ്ട്, കൈകളിൽ വാരി എടുത്തുകൊണ്ട്. യദുകുലോദ്വഹോ, യദുകുല ഉദ്വഹ, ശ്രേഷ്ഠനായിട്ടുള്ള ആ യദുകുലത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള ആ നന്ദഗോപര്, വസുദേവര് എടുത്തുകൊണ്ട് എന്ത്? നിസ്സരൻ, സഞ്ചരിച്ചപ്പോൾ, പുറപ്പെട്ടു പോകുമ്പോൾ, ആ കാരാഗ്രഹത്തിൽ നിന്നും ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഭഗവാനെ 2 കൈകളിലും വാരിയെടുത്തുകൊണ്ട് യദുകുലത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള ആ വസുദേവര് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ദദർശ ഗഗനോജ്ജല ജലഭരാം കളിന്ദാത്മജാം, ദദർശ കണ്ടു, എന്ത്? ഗഗനോജ്ജല ജലഭരാം. ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം. ഗഗനോജ്ജല ജലഭരാം, ഗഗനോജ്ജല എന്ന് പറഞ്ഞാൽ ആകാശം മുട്ടെ പൊങ്ങി വരുന്നതായിട്ടുള്ള, ജലഭരാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള, അതായത് വെള്ളത്തിൻ്റെ ആ ഒരു ലെവല് വളരെ ഉയർന്നതായിട്ടുള്ള കളിന്ദാത്മജാം, കളിന്ദപുത്രിയായിട്ടുള്ള കാളിന്ദി നദിയിൽ.
അപ്പോൾ വസുദേവര് ആ ഉണ്ണിയെയും 2 കൈകളിൽ എടുത്തുകൊണ്ട് കാളിന്തിയുടെ നദിയിലെത്തിയപ്പോൾ, കളിന്തന്റെ പുത്രിയായിട്ടുള്ള കാളിന്തി നദിയുടെ കരയിലെത്തിയപ്പോൾ വസുദേവർ എന്താ കാണുന്നത്? അതിലെ ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുന്നു. അതിലെ ജലമാകട്ടെ ഓരോ അലകളും ആകാശം മുട്ടാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ അത്ര ഉയരത്തിലേക്ക് ഉയർന്നു വരുന്ന അലകള്. അഹോ സലില സഞ്ജയസ്സ പുനരൈന്ദ്രജാലോദിതോ. അഹോ, അത്യാശ്ചര്യം തന്നെ, അത്ഭുതം തന്നെ ഞാൻ ഈ കാണുന്നത്. സലില സഞ്ജയ, അവിടെ കുറച്ചധികം വാക്കുകളുണ്ട്. സലില സഞ്ജയ സ പുനഃ ഐന്ദ്രജാലോദിതോ, ഇങ്ങനെ ജാലോദിത, ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ വരുന്നുണ്ട് അവിടെ. സലില സഞ്ജയ, ആ വെള്ളമാകട്ടെ, കാളിന്തി നദിയിലെ ആ വെള്ളമാകട്ടെ, സ എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അർത്ഥത്തിൽ, ഇവിടെ ആ നദിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ നദിയിലെ ആ പെരുവെള്ളമാകട്ടെ പുനഃ, അത് വീണ്ടും ഐന്ദ്രജാലോദിത, ഇത് ഇന്ദ്രന്റെ ഒരു ജാലവിദ്യയാണോ എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര വെള്ളം മുൻപ് കാളിന്തിയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അത്യത്ഭുതം തന്നെ ഇന്ദ്രന്റെ ഈ മായാജാലം എന്ന് പറയുന്നത്. ജലൗഖ ഇവ തക്ഷണാത്, ജലൗഖ, ജലത്തിന്റെ ഓഖം എന്നാൽ കൂട്ടം, അതായത് അത്രമാത്രം ആ വെള്ളപ്പാച്ചില്. ഇവ എന്ന് പറഞ്ഞാൽ എന്നതുപോലെ, അതായത് ഈ കാളിന്തി നദിയിലെ ജലത്തിന്റെ ഈ പാച്ചില്, ഈ ജലത്തിന്റെ നിരപ്പ് ഇത്രയധികം ഉയർന്നിരിക്കുന്നു. ഇത് കണ്ടിട്ട് ആ ദേവേന്ദ്രൻ എന്തോ ഒരു ജാലവിദ്യ കാണിച്ചതാ പോലെയുണ്ട്. തക്ഷണാത്, പെട്ടെന്ന് തന്നെ, ഉടനെ തന്നെ, പ്രപദമേയതാമായയൗ, പ്രപദമേയതാം ആയയൗ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രപദമേയതാമായയൗ. പ്രപദം എന്ന് പറഞ്ഞാല് ആ കാലടികള്, മേയതാം എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ കാലുകളെ ഒന്ന് നനയ്ക്കുവാൻ വേണ്ടി മാത്രമുള്ള വിധത്തിലേക്ക് ആയയോ ആയിത്തീർന്നു. അതായത് ജലനിരപ്പ് പെട്ടെന്ന് അങ്ങോട്ട് താണിട്ട് ആ വസുദേവരുടെ കാലുകളെ ഒന്ന് നനയ്ക്കുവാൻ വേണ്ടി ഉള്ളത് മാത്രമായി തീർന്നു പെട്ടെന്ന് തന്നെ. എന്തൊരു അത്ഭുതമാണിത്! ഇത് രണ്ടും ആ ദേവേന്ദ്രന്റെ എന്തോ ഒരു ജാലവിദ്യ തന്നെയാണ്. അപ്പോൾ ആദ്യം ഈ ജലനിരപ്പ് എന്തിനാവും ഇത്രയേറെ ഉയർന്നു വന്നത്? ആ ഉയർന്നു വന്ന കാളിന്തി നദിയിലെ ഓരോ ജലകണങ്ങൾക്കും ഒരാഗ്രഹമുണ്ടായിരുന്നിരിക്കാം. വസുദേവരുടെ കൈകളിൽ തലയ്ക്ക് മുകളിൽ പിടിച്ചിരിക്കുന്ന ആ ഉണ്ണിയുടെ പാദങ്ങളെ ഒന്ന് തൊടണമെന്ന്. ഒന്ന് തൊട്ടു, അത്രേ വേണ്ടു. വീണ്ടും ഉൾവലിഞ്ഞു അങ്ങോട്ട്. എന്താ, ഭഗവാന്റെ യാത്രയ്ക്കുള്ള വഴിയിൽ തങ്ങൾ തടസ്സമാകരുത്. ഒന്ന് സ്പർശിക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ ആ ഭഗവത്പാദങ്ങളെ. അത് കഴിഞ്ഞു, അതിനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് താണിട്ട് ഭഗവാനെയും വഹിച്ചുകൊണ്ട് ഭഗവാന്റെ പിതൃസ്ഥാനം അലങ്കരിക്കുവാൻ മഹാഭാഗ്യം സിദ്ധിച്ച ആ വസുദേവർക്ക് മുൻപോട്ടുള്ള വഴി തെളിക്കുവാനായി ജലനിരപ്പ് അങ്ങോട്ട് താനെ താണു. അതും ദേവേന്ദ്ര, അങ്ങയുടെ ഒരു മഹാജാലമല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ജലനിരപ്പ് എത്രമാത്രം താണു എന്നാണെങ്കിൽ വസുദേവരുടെ കാൽപാദങ്ങളെ ഒന്ന് നനയ്ക്കുവാൻ വേണ്ടി മാത്രം. കാരണം ഇന്നത് തീർത്ഥമാണ്. ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ച കാളിന്തി നദിയിലെ ജലം ഇന്ന് തീർത്ഥമാണ്. ആ തീർത്ഥത്തിന് പോലും ആ ഭഗവത് പിതാവിൻ്റെ പാദങ്ങളെ ഒന്ന് തഴുകുവാനുള്ള ഭാഗ്യം ഒട്ടും ആ ഒരു അവസരം പാഴാക്കി കളയാതെ വന്ന് നന്ദഗോപരുടെ പാദങ്ങളെ തഴുകുന്നത് പോലെ തോന്നി. കാളിന്തി ദേവിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം.
സുഹൃതിയായ അച്ഛനെയും ആ ഭഗവാനായ പുത്രനെയും പാദങ്ങളിൽ ഒരേ സമയം ഒന്ന് തലോടുവാൻ കിട്ടിയൊരവസരം. ഇത് ഭഗവാന്റെ മായയോ അല്ല കാളിന്തി ദേവിയോടും ഭഗവാൻ ചൊരിഞ്ഞ കാരുണ്യമോ? അതുമല്ല. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ദേവേന്ദ്രൻ്റെ ഒരു ഇന്ദ്രജാലമോ എന്നറിയില്ല. ഏതായാലും വസുദേവരെ കൺമുൻപിൽ കണ്ടതത്രയും അത്യത്ഭുതമായിരുന്നു. ആകാശം മുട്ടുവാനായിട്ട് മത്സരമായിരുന്നു ഓരോ അലകളും തമ്മിൽ. അങ്ങനെ അത്ര ഉയർന്നു പൊങ്ങിയിരുന്ന അലകൾ വളരെ പെട്ടെന്ന് തന്നെ വസുദേവരുടെ കാലുകൾക്ക് ഒന്ന് നനയും അത്ര തന്നെയുള്ളൂ, ആ അളവിലേക്ക് അങ്ങോട്ട് കുറഞ്ഞിരിക്കുന്നു. അത്യത്ഭുതം തന്നെ. അഹോ എന്നാ പറഞ്ഞത്. എന്തൊരാശ്ചര്യമാണിത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോജ്ജലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഖ ഇവ തക്ഷണാത് പ്രപദമേയതാമായയൗ. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭവന്തം അയം ഉദ്വഹൻ, എങ്ങും പദം പിരിക്കണ്ട. ഭവന്തമയം ഉദ്വഹൻ, അവിടെ ആദ്യത്തെ മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ അയം ഉദ്വഹൻ, മായുടെ ഉകാരവും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഗഗനോജ്ജല ജലഭരാം, അവിടെ ജ കൂട്ടക്ഷരമാണ്. കഴിയുന്നതും അത് പദം പിരിക്കാതെ തന്നെ വായിക്കുക. മൂന്നാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ വായിക്കുമ്പോൾ സ എന്നുള്ള സ പുനരൈന്ദ്രജാലോദിതോ, സ കൂട്ടക്ഷരമാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നാലാമത്തെ പാദത്തിൽ പ്രപദമേയതാമായയൗ, അവിടെ പ്രപദമേയതാം ആയയൗ, മായയുടെ ആകാരം ശ്രദ്ധിച്ചു വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.